കഴുത്തിൽ കയറിട്ട് മണലിൽ ശരീരം മൂടി നദീതീരത്ത് പ്രതിഷേധിക്കുകയാണ് തമിഴ്നാട്ടിലെ കർഷകർ. ആ ദൃശ്യങ്ങൾ ആരുടെയും കണ്ണ് നനയിക്കും. രാജ്യത്തിന്റെ വിശപ്പിനെ അകറ്റുന്നവർക്ക് കിട്ടേണ്ട പ്രതിഫലം ഇതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മുഴങ്ങുന്നത്. കാവേരിയാണ് വിഷയം. വെള്ളം നൽകാതെ കേന്ദ്രവും കർണാടകയും തങ്ങളെ വരിഞ്ഞു മുറുക്കുകയാണെന്നാണ് കർഷക നേതാവ് പി അയ്യക്കണ്ണ് പറയുന്നത്. തമിഴ്നാടിനെ തരിശുഭൂമിയാക്കി എത്തനോളും ഹൈഡ്രോ കാർബൺസും പിടിഞ്ഞെടുക്കലാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. പ്രശ്നങ്ങൾ കനത്തിലോടെ ആകെ വെട്ടിലായിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയിയാണ്. സിനിമയിൽ കർഷകർക്ക് താങ്ങും തണലുമായി നിറഞ്ഞാടിയ അദ്ദേഹം ഇപ്പോൾ കത്രികപ്പൂട്ടിലാണ്. കേന്ദ്രം വിഷയത്തിൽ ഇടപെടുന്നില്ല. കർണാടകയിൽ സന്ദർശിക്കാൻ പോലും ആവാത്ത വിധം വിജയിക്കും പ്രദർശനം അവസാനിപ്പിക്കേണ്ട വിധം അദ്ദേഹത്തിന്റെ അവസാന സിനിമയായ ജനനായകനും പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ DMK കാവേരി വിഷയത്തെ വിജയിയുടെ പരിചയക്കുറവിനെ ഉയർത്തിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കർണാടക നിലവിൽ സേഫ് സോണിലാണ്. കേരളത്തിനും മലയാളികൾക്കുമുണ്ട് ചിലത് ഭയക്കാൻ. സൗത്ത് ഇന്ത്യ അറിയേണ്ട, ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് കാവേരി ജലതർക്കം. കാവേരി വിഷയത്തിന്റെ ഉൾപ്പരപ്പുകളിലേക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. കാവേരിയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. കർണാടകയിലെ കൊടക് ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന 800 കിലോമീറ്ററോളം നീളമുള്ള നദിയാണ് കാവേരി. ഇരു സംസ്ഥാനങ്ങളുടെയും ഹൃദയങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണത്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും വായ നനയ്ക്കാനും വയറു നിറയ്ക്കാനും കാവേരി തന്നെയാണ് പ്രധാന സ്രോതസ്. നിലവിലുള്ള തർക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷ് കാലം മുതൽ ആരംഭിക്കുന്നതാണ് ഈ തർക്കങ്ങൾ. 2007 കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ നിലവിൽ വന്നതോടെ വിഷയത്തിന് പരിഹാരമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല. ട്രിബ്യൂണലിന്റെ വിധി പ്രകാരം 419,000 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം തമിഴ്നാടിനും 270,000 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം കർണാടകയ്ക്കും 30 TMC ഫീറ്റ് വെള്ളം കേരളത്തിനും 7 പുതുച്ചേരിക്കുമെന്നായിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ എല്ലാ കക്ഷികളും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയും തുടർന്ന് സുപ്രീം കോടതി വെള്ളത്തിന്റെ അളവിൽ നേരിയ മാറ്റങ്ങൾ തീരുമാനിക്കുകയുമായിരുന്നു. കർണാടകയ്ക്ക് 284 TMC ഫീറ്റ് വെള്ളമായി ഉയർത്തുകയും തമിഴ്നാടിൻ്റേത് 404 TMC ഫീറ്റായി കുറയ്ക്കുകയും ചെയ്യുകയായിരുന്നു സുപ്രീം കോടതി. കാവേരി ഉത്ഭവിക്കുന്നത് കർണാടകയിൽ നിന്നാണെങ്കിൽ പോലും കോടതിയും ട്രിബ്യൂണലും കൂടുതൽ വെള്ളം നൽകാൻ വിധിച്ചത് തമിഴ്നാടിനായിരുന്നു. അതിന് പിന്നിൽ ചില സുപ്രധാന കാരണങ്ങളുണ്ട്. വെള്ളത്തിന്റെ അളവ് എത്രയെന്ന തീരുമാനം ഒരു സംസ്ഥാനത്തിന്റെ നിലവിലുള്ള കാർഷിക ആവശ്യങ്ങളും കുടിവെള്ള ആവശ്യങ്ങളും ഭാവിയിലെ ആവശ്യങ്ങളും കൂടി കണക്കിലെടുത്തു തീരുമാനിക്കുന്നതാണ്. ഇതിന് ഇക്വിറ്റി പ്രപ്പോർഷൻമെന്റ് എന്ന് പറയാം. ചുരുക്കത്തിൽ തമിഴ്നാടിന് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്ന് കോടതിക്കും ട്രിബ്യൂണലിനും ബോധ്യപ്പെട്ടതാണ്. വെള്ളക്ഷാമം ശക്തമായപ്പോൾ ഇതിനിടയിൽ തമിഴ്നാട് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയെ സമീപിച്ചത് പ്രകാരം 3500 ക്യൂസെക്സ് വെള്ളം വീതം 15 ദിവസത്തേക്ക് നൽകണമെന്നതായിരുന്നു അതോറിറ്റിയുടെ വിധി. എന്നാൽ ഇപ്പോൾ അത് അംഗീകരിക്കാൻ കർണാടക തയ്യാറല്ല. ഫലത്തിൽ തൃച്ചിയിലെയും തിരുച്ചിറപ്പള്ളിയിലെയും നദിയൊഴുകുന്ന മറ്റു പ്രദേശങ്ങളിലെയും കർഷകരുടെ കൃഷികൾ നാശത്തിന്റെ വക്കിലാണ്. വെള്ളം ലഭിക്കാതിരുന്നാൽ ഏക്കർ കണക്കിനുള്ള കുറുവ അരിപ്പാടങ്ങൾ നശിച്ചു പോകുമെന്നാണ് കർഷക നേതാവ് പി അയ്യക്കണ്ണ് പറയുന്നത്. നുണയല്ലത്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും മുകളിലാണ് ഇപ്പോൾ കാവേരി ജലതർക്കം നിലനിൽക്കുന്നത്. കർണാടക വെള്ളം നൽകാൻ തയ്യാറായില്ലെങ്കിൽ, കേന്ദ്ര സർക്കാരും കോടതിയും ഇടപെട്ടില്ലെങ്കിൽ കർഷകർ ഇന്ന് പ്രതീകാത്മകമായി കഴുത്തിലിട്ട കയർ നാളെ സത്യമാവും. ഒത്തിരി കർഷകരുടെ കൂട്ട ആത്മഹത്യകളിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുക. ഇത്രയും രൂക്ഷ സാഹചര്യം നിലനിൽക്കുമ്പോഴും എന്തേ പരിഹാരമില്ലാത്തതെന്ന ചോദ്യമാണ് ഇനി അഡ്രസ്സ് ചെയ്യേണ്ടത്. വിഷയം പരിഹരിക്കപ്പെടാത്തതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് കർണാടക സർക്കാരുകൾക്കുമുണ്ട്. ആദ്യം കേന്ദ്രത്തിന്റെ വിഷയത്തിലേക്ക് വരാം. BJPയെ തുരത്തി ഓടിച്ച സ്വഭാവവും ഒട്ടും സഹകരിക്കാത്ത മനോഭാവവും സൗത്ത് ഇന്ത്യക്കുള്ളത് കൊണ്ട് തന്നെ ആട്ടിൻകുട്ടികളെ കൂട്ടിയിടിപ്പിച്ച് രക്തം കാത്തിരിക്കുന്ന ചെന്നായയെ പോലെ ആയി മാറുകയാണ് ചില കേന്ദ്ര സമീപനങ്ങൾ. കേന്ദ്രം പാലിക്കുന്ന മൗനവും വിഷയത്തിലെ താല്പര്യമില്ലായ്മയും അതിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നത്. സൗത്ത് ഇന്ത്യ ഇടയുകയെന്നാൽ അത് BJPക്ക് വളക്കൂറുള്ള മണ്ണായി മാറുകയെന്നാണ്. അത് മുതലെടുക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ട്. സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് അതുകൊണ്ട് തന്നെ നേരിട്ട് കോടതീയ നടപടികളിലേക്ക് കടക്കൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ശൈലി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് സ്റ്റാലിൻ സർക്കാർ ഒട്ടും കാത്തിരുന്നിരുന്നില്ല. ഇനി കർണാടകയുടെ ചില തന്ത്രങ്ങളിലേക്ക് വരാം. കാവേരി നദീജലതർക്കം വർഷങ്ങളായി കർഷകരുടെ പ്രശ്നമായിരുന്നു. ഇതിന്റെ ചിത്രം മാറ്റി ഇത് ബാംഗ്ലൂരിലെ 10,000 മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നം കൂടിയാണെന്ന ഭാവം വിഷയത്തിന് കൊണ്ടുവന്നത് കർണാടകയായിരുന്നു. വെള്ളം സംഭരിച്ചില്ലെങ്കിൽ ബാംഗ്ലൂരിലെ മനുഷ്യർ ദാഹജലത്തിന് അലയേണ്ടി വരുമെന്ന ചിത്രമായതോടെ കോടതിക്കും അത് തീരെ തള്ളിക്കളയാനാവാതെയായി. കുടിവെള്ള പ്രശ്നം ഭരണഘടനാപരമായി കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന വശമാണെന്ന് കർണാടക അറിഞ്ഞു തന്നെ പ്രവർത്തിച്ചതുപോലെ. അങ്ങനെ കൂടിയാണ് വിഷയത്തിൽ കർണാടകക്ക് മേൽക്കൈ ലഭിച്ചത്. കർണാടക അതിവിദഗ്ധമായി തന്ത്രം മെനഞ്ഞെടുത്തതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. വിഷയത്തിൽ കർണാടക ഇപ്പോൾ ഒറ്റക്കെട്ടാണ്.
എല്ലാ പാർട്ടികളുടെയും യോഗം കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ വിളിച്ചു ചേർത്തിരുന്നു. തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ വിട്ടുകൊടുക്കില്ലെന്ന മനോഭാവത്തോടെ നിയമ പോരാട്ടം നടത്താൻ തന്നെയാണ് തീരുമാനം. ഇതിനിടയിൽ ഒത്തുതീർപ്പ് സംസാരത്തിനായി കർണാടക സന്ദർശിക്കാനിരുന്ന വിജയിയെ വന്നാൽ നിലം തൊടിയിക്കില്ലെന്ന പ്രഖ്യാപനവും ഉണ്ടായി. എന്തിനേറെ പറയുന്നു, വിജയിയുടെ അവസാന സിനിമയായ ജനനായകനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു കർണാടകയിൽ അരങ്ങേറിയത്. ഇതൊന്നും കൂടാതെ എരുതിയിലേക്ക് എണ്ണയൊഴിക്കും വിധം പുതിയൊരു ജലസംഭരണ കൂടി കെട്ടാനുള്ള ആശയമുണ്ട് കർണാടക സർക്കാരിൻ്റെ കയ്യിൽ. മെക്കദത്തു റിസർവോയർ വന്നാൽ അത് തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിനും ഭീഷണിയാണ്. ഇനി വിജയ് അകപ്പെട്ടിരിക്കുന്ന കത്രികപ്പൂട്ടിലേക്ക് വരാം. താരപരിവേഷങ്ങൾ എല്ലാം അഴിച്ചുവെച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ അഭിനയിച്ചുകൂടി വരികയായിരുന്നു വിജയ്. അസംബ്ലിക്കുള്ളിൽ സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ അദ്ദേഹം കാണിച്ചത് വലിയ വാർത്തയായിരുന്നു. രോമാഞ്ചം നൽകുന്ന വാക്കുകൾ, അതിനൊത്ത ശാരീരികാംഗങ്ങൾ. പക്ഷേ ഇപ്പോൾ വാക്കുമില്ല, പ്രതികരണവുമില്ല. പണ്ട് MGR മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം കർണാടക സന്ദർശനങ്ങൾ നടത്തി കാവേരി വിഷയത്തിൽ പരിഹാരങ്ങൾ കണ്ടെത്തിയതുപോലെയുള്ള ഒരു മാസശ്രമമായിരുന്നു വിജയുടെ മനസ്സിൽ. DK ശിവകുമാറുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നെങ്കിലും കർണാടകയിൽ എല്ലാ പാർട്ടികളും ഒന്നായി പ്രതിഷേധം കനത്തതോടെ കർണാടകയിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ. അതിലും അവസാനിക്കുന്നില്ല. താരപരിവേഷത്തിന് കൂടുതൽ ആഘാതം വരുത്താനായി അരയും തലയും മുറുക്കി നിരത്തിലിറങ്ങിയിരിക്കുകയാണ് DMK. വിജയുടെ പരിചയക്കുറവിനെ ഉയർത്തിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാണ് DMKക്ക് ഈ അവസരം. കഴിഞ്ഞ ദിവസം TVK സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും DMK നടത്തിയിരുന്നു. വിജയ് സർക്കാർ ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ്. കോടതി മാത്രമാണ് ഇനി ഏക വഴി. കോടതിയുടെ തീരുമാനം തമിഴ് മക്കളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നതല്ലെങ്കിൽ കളി ഇനിയും മാറും. വിജയുടെ കുരുക്കുമുറുകും, അത് തീർച്ചയാണ്. കേരളത്തിനും ചിലതുണ്ട് പേടിക്കാൻ. തമിഴ്നാട്ടിലെ കർഷകരുടെ പ്രശ്നം കേരളത്തിൻ്റെ വയറ്റിൽ കൂടിയാണ്. അരിയും പച്ചക്കറികളും തമിഴ്നാട്ടിൽ വെള്ളക്ഷാമം കാരണം നശിക്കുകയെന്നാൽ അത് മലയാളികളുടെ അടുക്കളക്കാര്യം കൂടിയാണ്. മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും താമസിക്കുന്ന മലയാളികളുടെ കൂടി പ്രശ്നമാണ് ഈ ജലതർക്കം. കുടിവെള്ളം ലഭിക്കാതെയായാൽ പ്രസ്തുത പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ മടങ്ങിപ്പോരേണ്ടി വരും. തമിഴ്നാട്ടിൽ കൃഷിക്ക് മതിയായ വെള്ളം ലഭിക്കാതെയായാൽ തൊഴിലാളികളും കർഷകരും അയൽ സംസ്ഥാനങ്ങളിലേക്ക് അതിജീവനത്തിനായി സഞ്ചരിക്കും. ഇതെല്ലാം കേരളത്തെയും നമ്മുടെ കമ്പോളത്തെയും ബാധിക്കുന്ന വിധമാണ്. ഇതുകൂടാതെ ചില ജലപ്രശ്നങ്ങൾ കൂടിയുണ്ട്. മെക്കദത്തു റിസർവോയർ കർണാടകയിൽ വന്നാൽ അത് കേരളത്തിലെ പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയെ കൂടി ബാധിക്കും. കേരളത്തിലെ വനമേഖലകളിലെ സൂക്ഷ്മ കാലാവസ്ഥയെ അത് മാറ്റിമറിക്കും. നദീപാതകളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ടാവും. ചുരുക്കത്തിൽ കാവേരി നദീജലതർക്കം തമിഴ്നാടിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നം തന്നെയാണ്.